കാരണം അറിയാതെ ഞാൻ ഈ ചോദിക്കുന്ന നിർത്തില്ല. പറയ്, നീ എന്തിനാ അവിടെ വന്നത്? നീയല്ലേ എന്നോട് പറഞ്ഞ് എന്നെ കാണാൻ ഈർക്കിളി പോലെ ഇരിക്കുന്നെന്ന്? അതുകൊണ്ട് തടി വെക്കാൻ വേണ്ടി ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യാൻ ഓർത്തു. സീരിയസ്ലി? അതെ. അപ്പൊ നീ ഞാൻ അങ്ങനെ പറഞ്ഞതുകൊണ്ടാണോ ജിമ്മിൽ പോവാൻ തീരുമാനിച്ചത്? അയ്യോ ചേച്ചി, നീ എന്തിനാ കരയുന്നേ? സോറി, ഞാൻ കാരണം നീ വഴക്ക് കേട്ടെന്ന്. നീ ഇപ്പൊ ചെറിയ കുട്ടിയല്ല. ഈ വേണ്ടാത്ത സ്വഭാവം എല്ലാം കളഞ്ഞ് സ്വല്പ ഉത്തരവാദിത്വമൊക്കെ എടുക്ക്. അമ്മൂനെ നോക്കി പഠിക്ക്. അവൾ എല്ലാ കാര്യങ്ങളും നോക്കിയും കണ്ടും ചെയ്യും. നിനക്ക് അവളെ ഇഷ്ടമല്ലെങ്കിലും കുഴപ്പമില്ല. അവളുടെ കൂടെ നിന്ന് അവളെ ഹെൽപ്പ് ചെയ്ത് കാര്യങ്ങളൊക്കെ പഠിക്ക്. ശരി, ഞാൻ ട്രൈ ചെയ്യാം. അമ്മ പഴയതുപോലെ അല്ല മോളെ. അവള് ഭയങ്കര ഡള്ളാ. അവൾ ഒത്തിരി സെൻസിറ്റീവാ. ആദ്യമൊക്കെ അവളവളുടെ പ്രശ്നങ്ങളെല്ലാം പറയുമായിരുന്നു. ഇപ്പൊ അവളൊന്നും പറയാറില്ല. അവൾക്കാണെങ്കിൽ ജോലിയിൽ ഉത്തരവാദിത്വം കൂടി വരിക മോളെ. എനിക്ക് മനസ്സിലായി. ഒരു കാരണവശാലും ഞാൻ അച്ഛൻ പറഞ്ഞ വാക്ക് ധിക്കരിക്കില്ല ചേച്ചി. എന്താ? വീടിനുള്ളിൽ നീ വേണമെങ്കിൽ ഒരു യുദ്ധം നടത്തിക്കോ. പക്ഷേ വേറൊരാള് പുറത്തുനിന്ന് വന്നാ നമ്മളെല്ലാരും ഒരുമിച്ച് നിക്കണമെന്ന്. നമ്മൾ ഒരിക്കലും ആർക്കു വേണ്ടിയും വിട്ടുകൊടുക്കില്ല ചേച്ചി. അമ്മു ചേച്ചിയുടെ കൂടെ ഞാൻ എപ്പോഴും ഉണ്ടാവും ചേച്ചി. നീ ഉള്ളപ്പോ എങ്ങനെയായിരുന്നോ ഇനി മുന്നോട്ടും അങ്ങനെ തന്നെ ആയിരിക്കും. ഇത് ഈ അതിഥി തരുന്ന വാക്കാ നിനക്ക്. നിങ്ങൾ എന്തൊക്കെയാ കാണിക്കുന്നത്? ഇതിന്റെ വില എത്രയാണെന്നറിയോ നിങ്ങൾക്ക്? ഇതൊക്കെ സൂക്ഷിച്ച് കൊണ്ടുപോകണമെന്ന് അറിയില്ലേ? എടുത്തോണ്ടോ. ഇതിനോടൊക്കെ വായിട്ടരച്ച് ഞാനൊരു പരുവാവും. നീ എന്തിനാ ഇങ്ങനെ ഒച്ച വയ്ക്കുന്നത്? ഇതൊക്കെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യാതെ പൊട്ടിപ്പോയി കഴിഞ്ഞാ പിന്നെ ദേഷ്യം വരില്ലേ എനിക്ക്? വീട്ടിലൊരു ശുഭകാര്യം നടക്കാൻ പോവാണ്. ആ ബോധം പോലും ഇല്ലേ നിനക്ക്? വേദാന്ത് നിന്നെ കണ്ടാണ് ഇങ്ങനെ ദേഷ്യപ്പെടാൻ പഠിച്ചതെന്ന് തോന്നുന്നു. അമ്മ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? അമ്മ ഒറ്റ ഒരാളാ മക്കളെ ഇങ്ങനെ വഷളാക്കുന്നത്. ഞാനെന്താ ചെയ്ത്? ആവശ്യമില്ലാത്തത് പറയരുത്. കൊച്ചുമോന്റെ കല്യാണമാ. വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കിയും കണ്ട് ഉത്തരവാദിത്തോടെ ചെയ്യാൻ നോക്കേണ്ടതിന് പകരം അമ്മ എന്നെ മക്കളെ എങ്ങനെ വളർത്തണമെന്ന് പഠിപ്പിക്കാൻ വേണ്ടി നിൽക്കുകയാണോ? എല്ലാ കാര്യങ്ങളും ആ സാഹിത്യം നോക്കുവാണല്ലോ. ഞാനെന്താ ചുടുകാട്ടി പോണോ? ശാരികേ, കീപ് ക്വൈറ്റ്. നീ ഒന്ന് സമാധാനപ്പെട്. വാ എന്റെ കൂടെ. സത്യം പറഞ്ഞ നിന്റെ കാര്യം വലിയ കഷ്ടോ. നിന്റെ കാര്യം കേട്ടിട്ട് എനിക്കിപ്പോ ചിരി നിർത്താൻ പറ്റാണ്ടായി. ഞാൻ നിന്നെ കാണാൻ ഈർക്കിലി പോലെ ഉണ്ടെന്ന് പറഞ്ഞ് നീ ജിമ്മിൽ വരെ പോയല്ലേ? ശരിക്കും നീ ഒരു DJ തന്നെ. ഐ മീൻ ഡബ്ബ ജോക്കർ. യു സോ ഫണ്ണി, ഐ ടെൽ യു. സീരിയസ്ലി. എന്ത് രസാ കാണാൻ എന്റെ ചക്കര കള്ള ചെറുക്കനെ. ആ മുഖത്തേക്കൊന്ന് നോക്ക്, എന്തൊരു സുന്ദരനാണെന്ന്. ആ പുറകിലൂടെ വന്ന് കെട്ടിപ്പിടിച്ച് മുഖത്തൊരു ഉമ്മ കൊടുക്കാൻ തോന്നുന്നു.
വേണ്ട വേണ്ട, പാവം പാവം ചെറുക്കന്. ആപ്പിള് പോലെ ഇരിക്കുന്നു, കടിച്ച് തിന്നാൻ തോന്നുന്നു. അയ്യോ അതും വേണ്ട, വെറുതെ എന്തിനാ. പിന്നെ വേറെന്താ ചെയ്യാ? ഭ്രാന്തിയെ പോലെ തല പിടിച്ചിട്ട് മുടിയിലൊക്കെ പിടിച്ച് വലിച്ചാലോ? അത് ശരിയാവില്ല. ഓവർ ഇറിറ്റേഷൻ പാർട്ടിയാ നീ. നിന്നെ ദേഷ്യം പിടിപ്പിക്കുന്നതേ എനിക്ക് ഭയങ്കര ഇഷ്ടം. ആ ദിവസം എപ്പോഴാണോ എന്തോ ഒന്നും ചോദിക്കാതെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുത്താലോ? അതായിരിക്കും കറക്റ്റ്. കൊടുത്താലോ? എന്താ? അത് തന്നെ ഞാനും ചോദിക്കുന്നത്. അല്ല, വിരല് ഞൊടിച്ചത് നീ എന്തിനാന്നാ ചോദിച്ചേ? നമ്മുടെ വീട് എത്താനായി. ഈ കാരണം കൊണ്ടാ നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടം. നിന്റെ സ്വഭാവം ഇഷ്ടമാണെന്നാ പറഞ്ഞേ. എന്ന് വെച്ചാ? നിന്റെ വീടെത്തിന്ന് പറയുന്നതിന് പകരം നമ്മുടെ വീടെന്നല്ലേ പറഞ്ഞേ? അതെനിക്ക് ഒരുപാട് ഇഷ്ടമായി. വാ വീട്ടിലേക്ക് പോ. അത് സാരമില്ല, എനിക്ക് വീട്ടിൽ പോണം. ഞാനിപ്പോ വന്ന ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ലേറ്റ് ആയി പോകും. അത് നിങ്ങൾക്ക് എല്ലാവർക്കും വലിയ ബുദ്ധിമുട്ടാവും. കഴിക്കാനും കുടിക്കാനും ഒക്കെ ഞാൻ ഉണ്ടാക്കി തരാം. വേറെ ആരെയും ഡിസ്റ്റർബ് ചെയ്യണ്ട. നോ ഇറ്റ്സ് ഓക്കെ. ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് കൂടെ ഇല്ല. അതുമല്ല, ഞാനിപ്പോ വീട്ടിലേക്ക് തിരിച്ചു പോയില്ലെങ്കിലേ വിക്രാന്ത് അവിടെ മടി പിടിച്ചിരിക്കും. അത് ശരിയാ. എന്നാ ഞാൻ പോട്ടെ. താങ്ക് യു. Yeah, you're welcome. അതെ, ഏർക്കിലിക്കമ്പേ. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ആന്റി, അറിയോ മാറ്റ്, കുറച്ചെങ്കിലും ബുദ്ധിയുണ്ടോ നിനക്ക്? വീട്ടിലെല്ലാവരും ഉണ്ടെന്നുള്ളൊരു കോമൺ സെൻസ് പോലും ഇല്ല. നിങ്ങൾക്ക് എന്റെ വിഷമം മനസ്സിലാവില്ല. Shut up. എല്ലാവരുടെയും മുന്നിൽ സാഹിത്യക്ക് ഞാൻ സഹായം ചെയ്യുന്നുണ്ടെന്ന് നീ പറയുന്നുണ്ടല്ലോ. എന്താ നിന്റെ പ്ലാൻ ഫ്ലോപ്പ് ആയതുപോലെ എന്റെ പ്ലാനും ഫ്ലോപ്പ് ആവണമെന്നാണോ നീ ആഗ്രഹിക്കുന്നത്? ആന്റി, മറ്റന്നാ വിക്കിയുടെ ആരതിയുടെയും കല്യാണോ? ആന്റിയെ കണ്ട അതിന്റെ യാതൊരു ടെൻഷനും ഉണ്ടെന്ന് തോന്നുന്നേയില്ല. ഞാനും കൂടെ വെറുതെ ഇരുന്നാ അവര് കല്യാണം കഴിഞ്ഞങ്ങ് പോവുകയുള്ളൂ. എന്നെ പറ്റി നീ എന്താ വിചാരിച്ചിരിക്കുന്നത്? എന്താ മനസ്സിലാക്കിയിരിക്കുന്നത്? ഒരാളെ നമുക്ക് വഴക്ക് പറയാൻ വളരെ ഈസിയാ ശാരികെ. ഞാൻ ഒറ്റയ്ക്ക് എന്ത് ചെയ്യാനാ? ഇന്നലെ ആരതിയുടെ വീട്ടിൽ എന്താ നടക്കുന്നതെന്ന് അറിയാൻ അവിടെ പോയിട്ടുണ്ടായിരുന്നു. അവിടെ എല്ലാവർക്കും സന്തോഷോ. ഈ ലോകത്താകെ സന്തോഷം ഇല്ലാതിരിക്കുന്നത് ഞാൻ മാത്രമേ ഉള്ളൂ. ആർക്കും എന്നെ പറ്റി ചിന്തയില്ല. ഞാൻ ഒരുത്തി ഇവിടെ ഉണ്ട്. എനിക്കൊരു മനസ്സുണ്ട്. അതിനും ഒരാഗ്രഹം ഉണ്ടെന്ന് എല്ലാരും മറന്നുപോയി അല്ലേ? വിക്കിയുടെ മാരുതിയുടെ കല്യാണം നടക്കില്ല ശാരികെ. ഇത് കേട്ട് കേട്ട് എനിക്ക് മതിയായി ആന്റി. എല്ലാം ഇത്രയും നന്നായിട്ട് നടക്കുമ്പോ കല്യാണം നടക്കില്ല എന്നുള്ള കള്ളം ആവട്ടെ, അത് വിശ്വസിച്ച് ജീവിക്കാൻ എനിക്ക് മനസ്സില്ല ആന്റി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നീ ബുദ്ധിയില്ലാത്തവളാണ്. എല്ലാ കാര്യവും നോർമലായിട്ട് പോയാ ആർക്കും ഒന്നിനും ഒരു ഡൗട്ടും ഉണ്ടാവില്ല. എന്റെ പ്ലാനൊക്കെ കറക്റ്റായിട്ടാ പോകുന്നത്. ആ അഹങ്കാരി പെണ്ണിനെ മരുമകളാക്കാൻ വേണ്ടി എനിക്കെന്താ ഭ്രാന്താണോ? എന്താ പ്ലാൻ റെഡിയാക്കിയിട്ടുണ്ടോ? എന്നിട്ടെന്താ എന്നോടൊന്നും പറയാഞ്ഞേ? ഞാൻ നിന്നെ വിളിച്ച കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറയണമെന്ന് വിചാരിച്ചത്. പക്ഷെ അപ്പോഴേക്ക് നീ എത്തി. എന്തായാലും വന്നത് നന്നായി. ഈ പ്ലാൻ മാത്രമായി എന്റേത്. അത് കറക്റ്റായിട്ട് എക്സിക്യൂട്ടീവ് ചെയ്യേണ്ടത് നിന്റെ ജോലിയാ. എപ്പോഴും കഴിക്കുന്നില്ല നിന്റെ ജോലി. ആ ധ്രുവനെ വിളിച്ചോ നീ? എന്താ അമ്മ, അമ്മ എപ്പോഴും എന്റെ അടുത്ത് ബ്രിഡ് സർവീസ് പോലെയാണല്ലോ. ബ്രിഡ് സർവീസോ എന്ന് വെച്ചാ എന്താ? പോയി കഴിച്ചോന്ന് ചോദിച്ചിട്ട് വാ, ഇല്ലെങ്കിൽ വിളിച്ചോണ്ട് വാ. എനിക്കൊക്കെ ഒരു സ്റ്റാൻഡേർഡ് ഇല്ലേ? ഇതിലൊന്നും ഒരു കുറവില്ല. അമ്മ ഈ സമയത്ത് വീട്ടിലുണ്ടായിരുന്നെങ്കിലേ ഞാൻ എന്തിനാ ഇതിനെപ്പറ്റി ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നേ? ആ മുതുക്കി തരം വന്നില്ലേ? പൂജയ്ക്ക് ലേറ്റ് ആവുമല്ലോ അമ്മേ.
എല്ലാവർക്കും നമസ്കാരം. വീട്ടില് ഫംഗ്ഷൻ നടക്കുകയാണല്ലോ. വീട്ടിലുള്ളവരെല്ലാം നമ്മളെ വാതിൽക്കൽ വന്ന് സ്വാഗതം ചെയ്യുമെന്ന് വിചാരിച്ചപ്പോ ഞാൻ വന്നത് കണ്ട് എല്ലാവരും ഇങ്ങനെ ഷോക്കായി നിന്നാൽ എങ്ങനെയാ? അയ്യോ അങ്ങനെയൊന്നും ഇല്ല. നിങ്ങൾ ഈ വേഷത്തിൽ വന്നില്ലേ, അതുകൊണ്ട് ഷോക്കായതാ. ഇനി പറ, എന്താ നിങ്ങൾക്ക് കുടിക്കാൻ വേണ്ടത്? കോഫിയാണോ ടീ ആണോ? അയ്യോ, അത്രയ്ക്കൊന്നും സമയമില്ല ബോസ്. ഇതെല്ലാം ഒന്ന് വേഗം കൊടുത്തിട്ട് വരാൻ പറഞ്ഞതാ. എങ്ങാനും ലേറ്റ് ആയാ എന്നോടായിരിക്കും ചോദിക്കുന്നത്. ഇതൊക്കെ എന്തിനാ കൊടുത്തയച്ചിരിക്കുന്നത്? അയ്യോ, ഇത് മാത്രമല്ല, ഒരു കാറും കൂടെ തന്നു വിട്ടിട്ടുണ്ട്. ഇവിടെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ യൂസ് ചെയ്യാവല്ലോ. അല്ല, അതിന് ഇവിടെ ആർക്കും കാർ ഓടിക്കാൻ അറിയില്ലല്ലോ. എന്റെ ബോസ് എന്താ പൊട്ടനാണെന്നാണോ വിചാരിച്ചേ? കാറിന്റെ കൂടെ ഡ്രൈവറെ അയച്ചിട്ടുണ്ട്. അത്യാവശ്യമായിട്ട് എന്തെങ്കിലും വാങ്ങേണ്ടി വന്നാ ഒരു ഹെൽപ്പ് ആയിക്കോളൂല്ലോ. ഈ ജിം വെയറിൽ കാണാൻ നല്ല രസമുണ്ട്. ഡെയിലി ജിമ്മിലേക്ക് വാ. വീട്ടിലേക്ക് പൊക്കോ. പുറത്തെങ്ങനെ നിക്കണ്ട, ആരുടെയും കണ്ണു പറ്റും. പിന്നെ ഇതിലും മെലിഞ്ഞു പോയാൽ കഷ്ടമാവും. ചുമ്മാ പറഞ്ഞതാ, ഇനി അതാലോചിച്ചിരിക്കണ്ട. നിന്നോടായി പറയുന്നേ, മനസ്സിലായോ? വേഗം പൊക്കോ. കഴുതക്കുട്ടി, ഡബ്ബ ജോക്ക്, അല്ലല്ല DJ. ഞാൻ എത്ര മൂഡ് ഓഫ് ആണെങ്കിലും അവളുടെ ആ മരമോത കണ്ട പിന്നെ എനിക്ക് ചിരി നിർത്താൻ പറ്റില്ല. നിന്റെ പെണ്ണിനെ കൺമുമ്പിൽ കാണുമ്പോഴൊക്കെ നിന്റെ മുഖത്തുണ്ടല്ലോ ഒരു കള്ളച്ചിരി വരും. വേദാന്ത്, വാട്ട്സ് റോങ് വിത്ത് യു? പെട്ടെന്ന് വീട്ടിലേക്ക് വിട്ടേ, ഇപ്പൊ തന്നെ ലേറ്റ് ആയി പോയി. ബോസ് വഴക്കു പറയുമെന്ന് പറഞ്ഞ് തിരക്ക് പിടിച്ച് പോയിരുന്നെങ്കിൽ ഇത്രയും നല്ല കോഫി ഞാൻ മിസ് ചെയ്തേനെ. അമ്മേ, അമ്മ ഫുഡ് മാത്രം ഉണ്ടാക്കുന്ന ഞാൻ കരുതിയേ, പക്ഷെ ഈ കോഫി ഉണ്ടല്ലോ അടിപൊളിയാ. ഞങ്ങളുടെ ആരതി ചേച്ചി ഇതുപോലെ കോഫി ഉണ്ടാക്കും. ആ, അത് കൊള്ളാമല്ലോ. ഇനി മുതൽ കോഫി കുടിക്കാൻ തോന്നുമ്പോ ബോസിന്റെ വീട്ടിലോട്ടേക്ക് പോയാ മതിയല്ലോ. ഞാൻ പുറകുവശത്തെ വാതിലുണ്ട്, നീ ഡ്രസ് എടുത്തോണ്ട് വാ. അമ്മേ, നിങ്ങൾ സംസാരിക്കുക, ഞാനിപ്പോ വരാം. അമ്മ വന്നിരിക്കും. നീ കോഫി കുടിക്കുക, തണുത്തു പോവും. അത് നിങ്ങളുടെ ഓഫീസിലെ സാഹിത്യം എന്ന് പറഞ്ഞ ഒരു കുട്ടി വന്നിട്ടുണ്ടോ? അത് തന്നെ, നമ്മുടെ വേദാന്ത് കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടി. അവൾ എങ്ങനെയുണ്ട്? ഇവരെന്തിനാ ഇങ്ങനെയൊക്കെ എന്നോട് ചോദിക്കുന്നത്? എന്താ മോനെ മിണ്ടാത്ത നീ? അല്ലല്ല, അങ്ങനെയല്ല. അമ്മ എന്താ അങ്ങനെ ചോദിക്കുന്നതെന്ന് മനസ്സിലായില്ല. ഒന്നുമില്ല, നമ്മുടെ വേദാന്ത് നല്ലൊരു പയ്യനല്ലേ, പക്ഷെ ആ കുട്ടി അങ്ങനെയല്ലെന്ന് തോന്നി എനിക്ക്. അവര് ചീത്തയാണെന്നാണോ പറയുന്നത്? അവര് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ചേ
ഞാൻ അങ്ങനൊന്നുമല്ല ചോദിച്ചേ. ആ കുട്ടി ഇന്നലെ നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. ആരുടെ അടുത്തും ശരിക്കൊന്നും സംസാരിച്ചു പോലുമില്ല. ഒരു മൂലയ്ക്ക് മാറിയിരിക്കുകയായിരുന്നു. അത് അവരങ്ങനെയാ. അല്ല, വിഷയങ്ങാനും ആദ്യം തന്നെ അറിഞ്ഞിരുന്നെങ്കില് നമ്മുടെ വേദാന്തം ഉണ്ടല്ലോ, തങ്കപ്പെട്ട പയ്യനാ. ഞാൻ വേണമെങ്കിലേ അവന് നല്ലൊരു കുട്ടി നോക്കിക്കൊടുക്കാന്ന് വിചാരിച്ചിട്ട് പറഞ്ഞതാ. നിങ്ങൾ നോക്കുന്ന പെണ്ണല്ല, നിങ്ങളുടെ മോളെ തന്നെയാണ് അദ്ദേഹം സ്നേഹിക്കുന്നത്. അല്ല, നീ എവിടുന്ന ഇപ്പൊ പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ടെ? എവിടെയായിരുന്നു നീ? വേദാന്തേട്ടന്റെ കൂടെ ഒരു ജോളി റൈഡ് പോയതാന്ന് പറ. എന്ത് പറ്റി നിനക്ക്? ബാത്റൂമിന്റെ വാതിൽ ലോക്ക് ചെയ്തിട്ട് ഇവിടെ ഇറങ്ങി പോന്നെ, അതുകൊണ്ട് കാല് ചവിട്ടിയെ. അപ്പഴാ അവള് കരഞ്ഞത്. സമയം സന്ദർഭം ഒന്നും നോക്കില്ല, എപ്പോ നോക്കിയാലും കളി തന്നെ. ഇടയ്ക്കിടയ്ക്കേ ആ വേദാന്തനെ നോക്കിയൊന്ന് പഠിക്കുന്നേ. അവരെ നോക്കി ഞങ്ങൾ എന്താ പഠിക്കണ്ടേ? അവൻ എത്ര നല്ല പയ്യനാന്നറിയോ നിനക്ക്? നമ്മൾ പറയാതെ തന്നെ നമ്മുടെ എന്തൊക്കെ പ്രശ്നമുണ്ടോ അതെല്ലാം അവൻ മനസ്സിലാക്കും. നോക്ക് നീ എന്തൊക്കെ സാധനങ്ങൾ അയച്ചിട്ടുണ്ടെന്ന്. അതിന്റെ കൂടെ കാറും അയച്ചിട്ടുണ്ട്. എന്ത് തന്നെയാണെങ്കിലും എന്റെ കള്ളച്ചെറുക്കൻ ഒരു ജെന്റിൽമാനാ. എപ്പോഴും ഇങ്ങനെ തന്നെ ചെയ്യുന്നേ. വേണ്ടാന്ന് പറയാനും പറ്റില്ല, കേൾക്കൂല്ല അവന്. നമ്മളെ കൺഫ്യൂഷനിലാക്കും നിന്റെ ബോസ്. അങ്ങനെ എന്തിനാ വിചാരിക്കുന്നത്? അത് സ്നേഹം കൊണ്ടാ. അമ്മ സ്നേഹം വേണ്ടെന്ന് പറയരുത്. അതും ശരി തന്നെയാ. അപ്പോ നിങ്ങൾ നേരത്തെ ഒരു പെണ്ണിനെ അന്വേഷിക്കുന്ന കാര്യം പറഞ്ഞില്ലേ, ആ കാര്യത്തെ പറ്റി കണ്ടിന്യൂ ചെയ്യേ. ഇപ്പൊ എന്താ പ്രയോജനം? അവനെല്ലാം കണ്ടുപിടിച്ചു കളഞ്ഞില്ലേ? അമ്മേ, ഇത് നിങ്ങളുടെ കാലമൊന്നുമല്ല. ഓർഡർ കൊടുത്ത് വാങ്ങിക്കുന്ന സാധനമാണ് കൂടുതൽ ദിവസം നിൽക്കുന്നത്. റെഡിമെയ്ഡ് സാധനങ്ങൾ വിശ്വസിക്കാൻ പറ്റില്ല. ഇതും അങ്ങനെ തന്നെയാ. എത്ര ദിവസമാണെന്ന് അറിയില്ല, പക്ഷേ നിങ്ങളുടെ പ്രയത്നം നിങ്ങൾ വിട്ടുകളയണ്ട. ഞാൻ ഇറങ്ങുകയാണ് അമ്മേ. അവൻ എന്തിനെ ചിരിക്കുന്നേ? അവനെപ്പോഴും അങ്ങനെ ചിരിക്കാറ്. അതിഥി വാ. എത്ര ദിവസമാണെന്ന് അറിയില്ല, പക്ഷേ നിങ്ങളുടെ പ്രയത്നം നിങ്ങൾ വിട്ടുകളയണ്ട. നടക്കളിയ, ഇനി വൈകിക്കണ്ട, സമയായി. നിന്റെ ദേഹമൊക്കെ മഞ്ഞൾ കൊണ്ട് പെയിന്റ് അടിക്കേണ്ടതാ. ഇല്ലളിയാ, ഞാൻ ചേട്ടനില്ലാതെ ഇങ്ങോട്ടും വരുന്നില്ല. അവരിപ്പൊ തന്നെ വരുമല്ലോ. അതൊന്നും നടക്കില്ല. എന്റെ ആരുതരം കല്യാണം നടക്കാനായിട്ട് അവനായിരുന്നു കാരണം. അതുകൊണ്ട് ഞാൻ അവനില്ലാതെ വരില്ല. അത് ഞങ്ങൾക്കറിയാം. അവൻ വന്നോളൂ, നീ പുറപ്പെട്. നോ വേ ചേട്ടാ, ഇത് എവിടെയാ ഉള്ളേ? ഞാൻ എത്ര നേരമായി വെയിറ്റ് ചെയ്യുന്നു, ഒന്ന് വന്നേ. ഞാനിവിടെ ഉണ്ടടാ. സുന്ദരനായിട്ടുണ്ട്. ചേട്ടാ, നീ സ്ട്രോങ് ആണെന്ന് പോസ് കൊടുക്കുന്ന വേണ്ട. ഗ്യാപ്പില് കണ്ണു അടിച്ച ഞങ്ങള് കണ്ടു. വാട്ട് നോൺസെൻസ്? കണ്ണു തുടയ്ക്കാനോ? അതും ഞാനോ? നോ, കണ്ണിലെന്തോ പൊടി. കണ്ണിനുള്ളിൽ പൊടി വീണു. അങ്ങനെയല്ലേ? നീ ഇങ്ങനത്തെ കാര്യത്തിൽ അപ്ഡേറ്റ് ആയിട്ടില്ല. ഇനിയെങ്കിലും ആവും. അമൂല്യ വിളിക്കുന്നുണ്ടല്ലോ, എന്താണെന്ന് ചോദിച്ചിട്ട് വരാം. അവൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ചേട്ടാ, അളിയൻ പറഞ്ഞത് കോള് വന്നിട്ടുണ്ടെന്ന് മാത്രം. എന്തെങ്കിലും ആയെന്നല്ല. അത് ആക്ച്വലി ഒരു ഫ്ലോയില് വന്നാണല്ലേ? മനസ്സിലായി. ശരി, ഇപ്പൊ തന്നെ ലേറ്റ് ആയി. ഞാൻ റെഡി ആയിട്ട് വരാം. നിനക്ക് ഞങ്ങളോടൊരു ദേഷ്യമില്ലല്ലോ അല്ലേ?